എന്റെ ദൈവമേ, കെട്ട് കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായില്ല, അതിനു മുന്നേ അവള് കെട്ടും പിടിച്ചോണ്ട് വന്നേക്കുവാ. എന്റെ പൊന്നു കൊച്ചെ, നാട്ടുകാര് വല്ലതും ഇത് അറിഞ്ഞോണ്ടല്ലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ എന്റെ കെട്ടിയോനെന്ന് പറഞ്ഞ ആ സാധനത്തിന് മറ്റൊരുത്തിയായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ അങ്ങേരുടെ കൂടെ ജീവിക്കണം എന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. പിന്നല്ലാതെ നീ എന്ത് ചെയ്യാൻ പോവാ? നീ എത്ര നാളാ ഇങ്ങനെ ജീവിക്കാതെ വിചാരിക്കുന്നത്? അവനെന്തെങ്കിലും കന്നന്തിരിവ് കാണിച്ചാലേ അവനെ പറഞ്ഞ് മനസ്സിലാക്കി നല്ലവനാകേണ്ടത് നിന്റെ ഉത്തരവാദിത്തം കൂടെ കൂടിയാ. അല്ലാതെ എന്തെങ്കിലും കണ്ട ഉടനെ ഭാഗ്യമായിട്ട് ഇങ്ങ് പോന്നേക്കുമല്ല ചെയ്യേണ്ടത്. അമ്മേ, അച്ഛൻ വേറൊരു സ്ത്രീയായിട്ട് ബന്ധം പുതുക്കുന്ന കണ്ട അമ്മ അതറിഞ്ഞിട്ട് കൂടെ നിൽക്കുവോ? എന്നാ അത് തന്നെ മുട്ടുകാലി ഞാൻ തല്ലി പിടിച്ച് ചോറിൽ വിഷം കലക്കി ഞാൻ കൊടുക്കും ഞാൻ. എടി അതേപോലെയാണോടി നീ? നീ ഞങ്ങളുടെ മകളല്ലേ? നിന്റെ ജീവിതം ഇങ്ങനെ തകർന്നു നിൽക്കുന്ന കാണാൻ ഞങ്ങൾക്ക് സഹിക്കുവോ? നീ അല്ലേ ഇതൊക്കെ സഹിച്ച് അവന്റെ കൂടെ പൊറുക്കേണ്ടത്. നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു കാണാൻ നീ അമ്മയ്ക്ക് പറ്റത്തില്ല മോളെ. അതുമല്ല, നിന്റെ താഴെ ഒരു അനിയത്തി വളർന്നു വരുന്നത് നിനക്ക് അറിയാവൂടി? ആ കൊച്ചിന്റെ ഭാവിയും കൂടെ നോക്കണ്ടേ? നീ ഇങ്ങനെ ഇറങ്ങി പോന്നാല് നീ ഇന്ന് തന്നെ തിരിച്ചു പൊക്കോണം. തിരിച്ചു പോയിട്ട് എന്തിനാമേ? ഞാൻ വീണ്ടും അങ്ങനെ തോന്നിവാസം സഹിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണോ? എന്റെ പൊന്നു കൊച്ചെ, ജീവിതമാകുമ്പോൾ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അല്ലാതെ നീ എങ്ങനെ ജീവിക്കാൻ പോകുന്നത്? ഓ, നാട്ടുകാർ ഇത് വല്ല അറിഞ്ഞാലുള്ള സ്ഥിതി അറിയണോ? പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? എന്റെ അമ്മ, നാട്ടുകാർ ഇന്ന് പറയും, നാളെ പറയും, മറ്റന്നാൾ അവർ ഈ കാര്യം അങ്ങ് മറക്കും. അതേപോലെയാണോ? ഇതെന്റെ ജീവിതമല്ലേ. എനിക്കിങ്ങനെയൊന്നും സഹിച്ച് ജീവിക്കാൻ പറ്റത്തില്ല അമ്മേ. അല്ലെങ്കിലും ഡൈവേഴ്സ് ആയവർക്ക് ഇവിടെ ഒന്നും ജീവിക്കണ്ടേ? അമ്മ പറയുന്നതും കേട്ട് നാട്ടുകാരെ പേടിച്ച് ജീവിക്കാൻ എനിക്ക് ഏതായാലും പറ്റില്ല അമ്മേ. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആ വീട്ടിലോട്ട് ഇനി തിരിച്ചു പോവില്ല. എന്റെ ദൈവമേ, എത്ര പറഞ്ഞിട്ട് ഈ കൊച്ചിന് തലയിലോട്ട് കേറുന്നില്ലല്ലോ. അവൾ ഈ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി വെക്കും.